നമുക്ക് വേഗം പോവാം. ഇവനാണ് തൃശ്ശൂലെന്നറിയാതെ എന്തൊക്കെ ദ്രോഹമാണ് ഞാൻ ഇവനോട് ചെയ്തത്. അതെ ശിവാനി, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇവനാണ് എന്റെ ആദിശേഷൻ എന്ന് ഒടുവിൽ മനസ്സിലായല്ലോ നീലി. ഞാൻ എന്റെ ആദിശേഷനെ കണ്ടെത്തി. നീലി, എന്റെ ആദിശേഷനെ ഞാൻ കണ്ടെത്തി. ഇനി അങ്ങോട്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതെ ശിവാനി, ഇത്രയും നാളും നീ കഷ്ടപ്പെട്ടതിന് ഇപ്പൊ ഫലമുണ്ടായില്ലേ? എല്ലാം പരമേശ്വരന്റെ കാരുണ്യം നീലി. എനിക്ക് എത്രയും വേഗം തൃശ്ശൂലിനോട് സംസാരിക്കണം. ഇനി മുതൽ എന്റെ പ്രണയത്തിന് തടസ്സങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇരുവരെയും ഇനി ആരാലും പിരിക്കാനും ആവില്ല നീലി. അതെ ശിവാനി, എല്ലാം നന്നായിട്ട് വരും. നീ കണ്ടില്ലേ വീണേ, എന്റെ ഷോട്ടുകൾ ഒരിക്കലും പിഴയ്ക്കാറേയില്ല. പെർഫെക്റ്റ് ഷോട്ട്. സ്വയം പൊങ്ങച്ചം പറയല്ലേ ബ്രോ. തോക്ക് ഞങ്ങളൊക്കെ ഉപയോഗിക്കും. അതിപ്പോ വലിയ കാര്യമൊന്നുമില്ല. എന്താണ് മോളെ, എന്റെ മോനെ നിർത്തി പൊരിക്കുകയാണല്ലോ. അവനെ ഒരു ഷാർപ്പ് ഷൂട്ടറാണ്. അറിഞ്ഞു കൊടുക്കങ്ങളെ. നോക്ക് മാമ, ജീവനില്ലാത്ത സാധനങ്ങളെ ആർക്ക് എപ്പോ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. വലിയ റിസ്ക് ഒന്നുമില്ല. മാമ കണ്ണടച്ചേ. എന്തിനാ മോളെ? കണ്ണടയ്ക്ക് മാമ, പറയാം. ശരി. എന്താ അനങ്ങാതിരിക്കും മാമ. ഇപ്പൊ ഷൂട്ട് ചെയ്യേ. ഷൂട്ടാ? അയ്യോ, ഞാനീ കളിക്കില്ല. അങ്കിളെ ട്രസ്റ്റ് മീ, അങ്കിൾ വെറുതെ കണ്ണടച്ച് നിന്നാ മതി. കറക്റ്റ് ആയിട്ട് ആപ്പിൾ ഞാൻ ഷൂട്ട് ചെയ്തോളാം. മോളെ ഒന്നിങ്ങ് വന്നേ. എന്ത് മാമ? എനിക്കേ ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു വെടിക്കന്റെ ജീവിതം എന്റെ അമ്മ നിങ്ങൾ പോയാലോ? നിങ്ങളൊരു കാര്യം ചെയ്യും. നിന്റെ ചേട്ടനെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ആപ്പിൾ എടുത്തിട്ട് ദേ ഇതുപോലെ നിന്റെ തലയിൽ വെച്ചിട്ട് അങ്ങ് നിന്നോ. അയ്യോ, ഇത്ര വലിയ റിസ്ക് എടുക്കാൻ എനിക്ക് ധൈര്യമില്ല മാമ. ഹലോ, ഇത് എന്ത് പരിപാടിയാ? എന്റെ കഴിവിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഡൗട്ട് അല്ലായിരുന്നോ? അപ്പൊ ഞാനത് ക്ലിയർ ചെയ്യണ്ടേ? എനിക്ക് ഒന്നും അറിയണ്ട. നിങ്ങൾ രണ്ടുപേരിൽ ഒരാളുടെ തലയിൽ ആപ്പിൾ വെച്ചിട്ട് എനിക്ക് ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. ആര് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. ആ ചേട്ടാ, ഇതിനൊക്കെ പറ്റിയ ഒരാളുണ്ട്. അയാൾക്കുള്ളത്ര ധൈര്യമൊന്നും നമുക്ക് ആർക്കും ഇല്ല. ആരാ മോളെ? തൃശ്ശൂല്. എടാ അത് ശരിയാടാ. എക്സാക്ട്ലി. അവൻ നിൽക്കുന്നുള്ള കാര്യം ഉറപ്പാ. എന്നാ അവനെ വിളിച്ചോളൂ. നോക്കാമേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അവര് ആളറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്തു പോയതാവുന്നേ. അമ്മേ ഒന്ന് നോക്കി, ഇപ്പൊ അതിനെ മാത്രം ഒന്നും പറ്റിയില്ലല്ലോ. നടന്നൊക്കെ മറന്നേക്ക്. ഇനി അമ്മ എപ്പ പുറത്തു പോവാണെങ്കിലും ഞാനും എപ്പോഴും കൂടെ ഉണ്ടാവും. ശരി മോനെ, നീ പറയുന്ന പോലെ നടക്കട്ടെ. വെരി ഗുഡ്. ഇനി കുറച്ച് പുഞ്ചിരി ഒന്ന് തന്നേ. എന്റെ സുന്ദരി അമ്മ. ഒരു മിനിറ്റ് അമ്മേ, ഈ ഫോണൊന്ന് എടുത്തിട്ട് വരാം. ഹലോ, ആരാ? ഹലോ, തൃശ്ശൂലല്ലേ? ഞാൻ ശിവാനിയാ സംസാരിക്കുന്നേ. നിങ്ങളോ? എന്താ വിളിച്ച കാര്യം പറ. നോക്ക്, നിന്നോട് ദേഷ്യപ്പെടാനല്ല, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. അന്ന് നിങ്ങളോട് ഞാൻ വേറൊരാളെ സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അതെല്ലാം വെറുതെ. എന്താ? അതെ, ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞതാ. അന്നു മുതലേ എനിക്ക് എന്തോ പോലെ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് സത്യം പറയാനാ ഞാൻ വിളിച്ചത്. അത് പിന്നെന്തിനാ എന്നോട് അങ്ങനെ നുണ പറഞ്ഞേ? എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ.
ആരും നമ്മുടെ അടുത്ത് അഡ്വാൻറ്റേജ് എടുക്കാൻ പാടില്ലല്ലോ. അതാന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. നിനക്കറിയാലോ തൃശൂൽ, ഇപ്പോഴത്തെ കാലം. അതായത് എന്റെ ലൈൻ ക്ലിയർ ആയെന്നർത്ഥം. സൂപ്പർ. ഹലോ, കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്നുണ്ട്, പറ. തൃശൂൽ, അതെ, ഒരു മിനിറ്റ്. വരൂ വരൂ. തൃശൂൽ, നിനക്ക് എന്റെ ചേട്ടന് എത്രത്തോളം വിശ്വാസമുണ്ട്? ഇത് എന്ത് ചോദ്യമായി ചോദിക്കുന്നേ? കൊച്ചു മുതലാളിക്ക് വേണ്ടി എന്റെ ജീവൻ പോലും കൊടുക്കുന്നു. ആ ജീവൻ അങ്ങ് പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങളെ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഈ കാര്യത്തിൽ തൃശ്ശൂർ തന്നെ കറക്റ്റ് ആണ്. വാട തൃശ്ശൂർ പോ. അല്ല, എവിടേക്കാ കൊച്ചു മുതലാളി? നീ ഇങ്ങോട്ട് വാട. ഹലോ ഹലോ തൃശൂർ, ഹലോ. ഇതാണോ ഈ ആപ്പിൾ? ഞാനിപ്പോ തലയിൽ വെക്കണം, എന്നിട്ട് കൊച്ചു മുതലാളിക്ക് ഷൂട്ട് ചെയ്യാൻ നിന്ന് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ? അതെ. ആയിക്കോട്ടെ, ഞാൻ റെഡിയാണ്. നിന്റെ ഈ കോൺഫിഡൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ പേടിയുണ്ടെങ്കിൽ നീ കണ്ണടച്ചോ. കൊച്ചു മുതലാളി, നിങ്ങളുടെ ഉന്നത്തെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ റെഡിയാണെന്നേ. ബ്രദർ, സംസാരിച്ചെന്നൊക്കെ മതി, ആദ്യം ഷൂട്ട് ചെയ്യാം. ഹലോ ഹലോ തൃശൂൽ, ഞാൻ അകലെ നിൽക്കാം. ഇവിടെ നിന്നാ മതിയോ? ഹലോ, കേൾക്കുന്നില്ലേ? ആ അവിടെ നിന്നോ. നീ അവിടെ എന്താ ചെയ്യുന്നേ തൃശൂൽ? അതൊന്നും വേണ്ട, ജീവൻ വെച്ച് ആരെങ്കിലും കളിക്കോ? റെഡി. ഹലോ ഹലോ. ഉന്നം തെറ്റി തലയ്ക്ക് തന്നെ കൊണ്ടിരുന്നെങ്കി. ആഹാ. ശ്ശോ, ഹലോ ഹലോ. ഛേ, എന്താ ഇപ്പൊ ചെയ്യാ? അതെ ബോസ്, ഒരു മിനിറ്റ്. ബോസ്, ഒരു മിനിറ്റ്, ഫോൺ അർജന്റ് ആണ്. ഹലോ ഹലോ തൃശൂൽ, ക്ഷമിക്കണം, നിങ്ങളുടെ ലൈനിലുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. നോക്ക്, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതെ, ആ ഗാന്ധി സർക്കിളിനടുത്തുള്ള പാർക്കിലേക്കൊന്ന് വരൂ. ഒരു 10 മിനിറ്റിൽ ഞാൻ എത്തിയേക്കാം. ഇല്ലില്ല, ഇപ്പൊ തന്നെ വരണം. ഇപ്പൊ ഒന്ന് പറഞ്ഞ ഇപ്പൊ, വളരെ അർജന്റാ. അത് ഇപ്പൊ ഒരു ഇമ്പോർട്ടന്റ് കാര്യത്തിലാണ്. ഒരു 10 മിനിറ്റിൽ ഞാൻ എത്തിയേക്കാന്നേ. നോക്ക്, ഇത് നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള കാര്യം. ഇപ്പൊ തന്നെ അവിടെ എത്തണം, മനസ്സിലായോ? ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിനക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലൈഫ് മാറ്ററാ? വേഗം വരണം. ഒരു മിനിറ്റ്, ഞാൻ എത്തിയേക്കാം. ഓക്കെ, ക്യാച്ച്. ബോസ്, ഒരു അർജന്റ് കാര്യമുണ്ട്, എനിക്ക് ഇപ്പൊ പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് നാളെ ഞാൻ എല്ലാത്തിനും റെഡിയാ. നാളെ ഷൂട്ട് ചെയ്തോന്നേ, ഒരു പ്രശ്നമില്ല. അതിപ്പോ പോയിട്ട് വരാന്നേ. പോയിട്ട് വരാം. ശിവാനി, നിക്ക്. ഇത്രയും അർജന്റായിട്ട് എവിടേക്കാ പോകുന്നത്? തൃശ്ശൂരിലെ കാണാൻ പോകുന്നതാ. അതെന്താ ഇപ്പൊ അവനെ പോയി കാണേണ്ട കാര്യം എന്താ? ഇനി എന്നെ കൊണ്ട് കാത്തിരിക്കാനാവില്ല നീലി. പാവം തൃശ്ശൂൽ, ആ വീട്ടിലുള്ളവർ അവനെ എങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നറിയോ? ഇപ്പൊ ഞാൻ അവനോട് ഫോണിൽ സംസാരിച്ചപ്പോ അവന്റെ തലയിൽ ആപ്പിൾ വെച്ച് ഷൂട്ട് ചെയ്യാൻ പോവായിരുന്നു, അറിയോ? അവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഇത്രയും ദിവസം അവനെ കഷ്ടപ്പെട്ട് കണ്ടെത്തിയത് അവനെ ഇങ്ങനെ നഷ്ടപ്പെടുത്താനായിരുന്നു. ശിവാനി, അവർ രണ്ടുപേരും കുട്ടിക്കളിയല്ല കളിക്കുന്നത്. അവന്റെ ജീവൻ സംരക്ഷിക്കാൻ അവന് നന്നായിട്ട് അറിയാം. മാത്രമല്ല, തൃശൂലിനാണെങ്കിൽ ത്രിവിക്രമനെ നല്ല വിശ്വാസവും ഉണ്ട്. നീ ആശങ്കപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. നീ സമാധാനമായിട്ടിരിക്കെ. ഇല്ല നീലി, എനിക്കൊരു സമാധാനമില്ല. എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഭൂമിയിൽ അധികം നാൾ കഴിയാൻ പാടില്ല. എനിക്കിത് മതിയായി നീലി.
എനിക്ക് എന്റെ ഇഷ്ടം തൃശൂലിനോട് തുറന്നു പറയണം. ആദിശേഷനെ കൊന്നവരാരാണെന്ന് മനസ്സിലാക്കി നാഗമാണിക്യം തിരിച്ചെടുത്ത് നാഗലോകത്തേക്ക് തിരിച്ചു പോകണം. അതൊന്നും അത്ര പെട്ടെന്ന് നടക്കില്ല ശിവാനി. കുറച്ച് സമയം വേണ്ടി വരും. ഇല്ല നീലി, അവൻ ആദിശേഷന്റെ ഓർമ്മകൾ വന്നാൽ നാഗമാണിക്യം ആരാണ് മോഷ്ടിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നാഗമാണിക്യം തിരിച്ചു പിടിച്ച് നമ്മൾ നാഗലോകത്തേക്ക് മടങ്ങിപ്പോകും, അത്ര തന്നെ. പിന്നെ ഈ ഭൂമിയും നമ്മളും തമ്മിൽ ഒരു ബന്ധവുമില്ല. നാഗലോകത്തേക്ക് മടങ്ങിപ്പോകാനുള്ള സമയം അടുത്തെത്തിയിരിക്കുന്നു. ഹലോ, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ വിളിച്ച് ശല്യം ചെയ്യരുതെന്ന്? ഫോൺ വെക്കേ. മുതലാളി, എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. ആ, നന്നായി വരും മോനെ. എന്തിനാ ഇപ്പൊ ഇത്? അച്ഛനും അനുഗ്രഹിക്കേ. എന്താണത്? എന്തു പറ്റി? നന്ദീശ, ഇവനെന്തോ കാര്യമായ കുഴപ്പമുണ്ട്. എനിക്കും അറിയില്ല മുതലാളി. എന്താ ചേച്ചി, എന്താ ഇങ്ങനൊരു നാടകം? എന്തായാലും അടിപൊളി പെർഫോമൻസ്. അച്ഛാ, എന്താടാ, എന്താ കാര്യം? എന്തിനാ കാലിലൊക്കെ വീഴുന്നേ? ഇപ്പൊ പറയില്ല, സീക്രട്ടാ. എല്ലാം നന്നായി നടന്നിട്ട് പറയാം. ബൈ. തൃശൂൽ, ഇനി അച്ഛനും മോനും തമ്മിലുള്ള ഒത്തുകളി എന്തിനാ കാലി വീണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫുൾ സസ്പെൻസാ. അവൻ പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും പിടിതരില്ലല്ലോ. ചേട്ടൻ പറഞ്ഞത് കേൾക്കാതെ ഈ തൃശ്ശൂർ ഇത് എങ്ങോട്ടാ ഇത്ര തിരക്കിട്ട് ഒറ്റയ്ക്ക് പോണേ? പറയും മാഡം, എന്താ കാര്യം? അല്ല മാഡം, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? പറയും മാഡം. നിന്നെ കണ്ടപ്പോ തന്നെ പറയാനുള്ളത് മറന്നുപോയി. അല്ല, എന്തായാലും മാത്രം. ഇപ്പൊ ഞാൻ എന്താ പറയാൻ വരുന്നേന്ന് നിനക്ക് മനസ്സിലായില്ലേ? അയ്യോ മാഡം, ഇങ്ങനെ സഡനായിട്ട് നിങ്ങൾ എനിക്കൊരു ഷോക്ക് തന്നാ എന്റെ ഹൃദയം മുഴുവൻ ഇങ്ങനെ കൺഫ്യൂസ് ആയി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോകും. പിന്നെ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയുണ്ടാവില്ല. അതുകൊണ്ട് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയും മാഡം. ഞാനത് ശ്രദ്ധിച്ച് കേട്ടോളാം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു തൃശ്ശൂർ. ഐ ലവ് യു. സ്വപ്നമായിരുന്നു. എന്നിട്ട് മനസ്സിന് എന്തൊരു സന്തോഷം. അല്പനേരത്തിനുള്ളിൽ എന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകും. തൃശ്ശൂർ വന്ന ഉടനെ എനിക്കെന്റെ പ്രണയം അവനെ അറിയിക്കണം. ഇന്ന് എന്തെങ്കിലും ഒന്ന് ഡിസൈഡ് ചെയ്തേ പറ്റുള്ളൂ. എന്തായാലും ടെൻഷൻ അടിക്കാൻ പാടില്ല. അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് കഴിഞ്ഞിട്ടേ ഞാൻ റിപ്ലൈ കൊടുക്കുള്ളൂ. ചുമ്മാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വളവളാന്ന് പറഞ്ഞ് കൊളമാക്കാൻ നിൽക്കണ്ട. ഓക്കെ, കമോൺ തൃശ്ശൂൽ, സ്മൈൽ. ഇവൻ ഇത്ര അർജന്റായിട്ട് അവിടെ നിന്ന് ഓടിപ്പിടിച്ച് ആരെ കാണാൻ വന്നായിരിക്കും ഇവിടെ? എന്താടി, നിന്റെ ചേട്ടനാരാ വലിയ റൗഡിയാ? അവനെന്താ അത്രയ്ക്ക് വലിയ പുള്ളിയാണോ? അവനോട് വന്ന് നിന്നെ രക്ഷിക്കാൻ പറ.
ആരാടാ നീയൊക്കെ? എന്നെ എന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നേ? എന്റെ ചേട്ടൻ പറഞ്ഞ് നിന്നൊക്കെ വെറുതെ ഇവിടെ കരുതണ്ട. എന്താടി നിന്റെ ചേട്ടൻ വലിയ കില്ലാടിയാ? അവളുടെ അവന്റെ നമ്പർ പറ. 99. ഇതേതൊരു അൺനോൺ നമ്പർ. നിന്റെ പെങ്ങളെ ഞങ്ങളൊക്കെ കിഡ്നാപ്പ് ചെയ്തു. ഒരുപാട് അങ്ങൊച്ചൊക്കെയല്ലേ? നിനക്ക് ശത്രുതയുള്ള എന്നോടല്ലേ? എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്റെ അനീത്തിയുടെ ദേഹത്ത് എങ്ങനെ ഒരു തരി മണ്ണ് വീണാലുണ്ടല്ലോ, തീർത്ത് കളഞ്ഞ. എവിടെയാണ് നീ? എവിടെയുള്ള നീ? ഇവിടെ ഗാന്ധി സർക്കിളിലുള്ള പാർക്കിലുണ്ടടാ ഞാൻ. നമസ്കാരം മാഡം, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? എന്താ വിശേഷം? ഞാനപ്പോ ഒരു ഇമ്പോർട്ടന്റ് ജോലിയിലായിരുന്നു. നിങ്ങളപ്പോ എന്നോട് അർജന്റായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി പോന്നതാ. ഓടാന്ന് പറഞ്ഞാ ഞാൻ ഓടിയല്ല വന്നത്, ബൈക്കിൽ വന്നെന്നാ ഉദ്ദേശിച്ചത്. എന്താടാ ഇത്? കുറച്ച് സംസാരിക്കേ, അവൾ കൂടി ഒന്ന് സംസാരിക്കട്ടെ. നോക്ക്, ഞാൻ നിന്നെ ശരിക്കും മനസ്സിലാക്കിയില്ലായിരുന്നു. എനിക്ക് കുഴപ്പമില്ല മാഡം, എന്നെ ഇതുവരെ ആരും അങ്ങനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഒരു പ്രത്യേക ടൈപ്പാ, അതുകൊണ്ട് ആൾക്കാർ എന്നെ ഡൗട്ട് അടിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഞാൻ നല്ലൊരു പയ്യനാണ്, അത് ആർക്കും മനസ്സിലാവുന്നു. എന്താ? കുറച്ചു നേരം വായൊന്ന് അടച്ചു വെക്കി, അവൾക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. ഇനി മിണ്ടിയാലുണ്ടല്ലോ നിന്നെ. നിന്നോട് എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതിനെന്താ, പറഞ്ഞോളൂ. ഞാൻ ഇത്രയും ദിവസം ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി വെറുതെ ഇരിക്കുന്നതിൽ കാര്യമില്ല. സത്യം പറയാനുള്ള സമയമായി. ഇപ്പോഴെങ്കിലും ഒന്ന് പറയേ, ഇനി മറന്നങ്ങാൻ പോയാലോ? ലേറ്റ് ആക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് അങ്ങ് പറഞ്ഞേക്ക് മാഡം. അതെന്താന്ന് വെച്ചാ എനിക്ക് എന്താ? കൊച്ചു മുതലാളി, നീ എന്താ ഇവിടെ? അത് പിന്നെ കൊച്ചു മുതലാളി എന്നൊരു പണി ഏൽപ്പിച്ചിരുന്നില്ലേ, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി. അത് നോക്കി. എന്താ ഇവിടെ പ്രശ്നം? ഓ അതോ, ഇവന്മാർക്കൊക്കെ ഡെയിലി 2 എണ്ണം കിട്ടിയില്ലെങ്കിലേ രാത്രി കിടന്ന് ഉറക്കം വരില്ല, അതുകൊണ്ട് കൊടുത്തതാ. എനിവേസ്, നൈസ് സീയിങ് ഹിയർ. സെയിം ഹിയർ. സോ സോറി, ഇങ്ങനൊരു സിറ്റുവേഷനിലായി പോയി തന്നെ മീറ്റ് ചെയ്യാൻ പറ്റിയത്. എന്താ ഇത്? ഇവന്റെ ദേഹത്ത് നാഗലോക ചിഹ്നം ഉണ്ടല്ലോ. തൃശൂലിന്റെ ദേഹത്തുള്ളതുപോലെ തന്നെയാണല്ലോ. അങ്ങനെയെങ്കിൽ ഇവരിൽ ആരായിരിക്കും യഥാർത്ഥത്തിൽ എന്റെ ആദിശേഷൻ? ത്രിവിക്രം? പുറത്തുള്ളത് ടാറ്റു ആണോ? ഓ ഇത് ആക്ച്വലി ഞാൻ ജനിച്ചപ്പോഴുള്ളതാ. കൊച്ചു മുതലാളിക്ക് മാത്രമല്ല മാഡം, ദേ ഇത് നോക്കി.
എന്ത് അത്ഭുതാണെന്ന് നോക്കി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലത്തെ മറുപടി. മാഡം, ഞാനും കൊച്ചുമുതലാളിയും ഒരേ ദിവസം ഒരേ സമയത്താ ജനിച്ചത്. ഒരു സെക്കൻഡിന്റെ വ്യത്യാസം പോലും ഉണ്ടായിരുന്നില്ല. ശരിയല്ലേ ബോസ്? ഓക്കെ, എന്നാ ശരി, ഞാൻ ഇറങ്ങാം. താങ്ക് യു.